ഫ്രണ്ട്സ്, മൂന്നാമത്തെ ദിവസമാണ് നമ്മൾ എന്നുള്ളത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് നടക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. അങ്ങനെ നടന്നു വരുമ്പോഴാണ് ഇത് അവിടെ പൂനെ ജംഗ്ഷൻ്റെ കണ്ട് ഞാൻ എനിക്ക് കാണിച്ചു തരാം. ഇതാണ് പൂനെ ചർച്ച്. നമ്മൾ ഒരു ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ചായ കുടിച്ചിട്ട് നമ്മളിങ്ങനെ ജൈൻ സ്ട്രീറ്റിലൂടെ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ സ്റ്റുഡൻസ്. ഞങ്ങളിങ്ങനെ ജസ്റ്റ് ചായയൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ നടന്നപ്പോൾ നമ്മുടെ പിള്ളേർ കണ്ട് ഒരു കാര്യം കാണിച്ചു തന്നു. വേറെ ഒന്നുമല്ല, ഒരു വാട്ടർ ടാങ്ക്. ഈ ബാക്കിൽ കാണുന്ന വാട്ടർ ടാങ്കിൽ ഇതൊരു മൂവി ലൊക്കേഷനിലുണ്ട്. ഏതിലാന്നുള്ളത് ഞാൻ അവനെ കൊണ്ട് ചോദിക്കും. എടാ, നമ്മൾ ഏത് മൂവി ലൊക്കേഷനിലാണ് ഈ വാട്ടർ ടാങ്ക് ഉള്ളത്? പറവ മൂവിയിലാണ്. അതിൽ ഉള്ള വാട്ടർ ടാങ്കാണ്. നമ്മൾ ഇതൊക്കെ പോകണമെന്ന് അറിയോ? എവിടേക്കാ? അപ്പൊ എവിടെയെങ്കിലൊക്കെ എത്തുന്നു. ചുമ്മാ അതെ, ഡെസ്റ്റിനേഷൻ ഒന്നുമില്ലാതെ ഞങ്ങളിങ്ങനെ ഒരു ഹെറിറ്റേജ് പാർക്ക് ഞങ്ങളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ചില ഷൂട്ടിംഗ് ലൊക്കേഷൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ ചെക്കൻ കാണിച്ചു തരുന്നുണ്ട്. ഇത് മാർക്കറ്റാണ് തോന്നുന്നുണ്ട്. കച്ചിയുടെ ഒരു വൈബ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക രസമാണ്. അപ്പോൾ ഇന്നലെ നമ്മൾ ജൈൻ കമ്മ്യൂണിറ്റി അങ്ങനത്തെ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ നമ്മൾ നടന്ന് കൽവത്തിപ്പള്ളിയുടെ പിറകിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് പുറത്തുനിന്ന് കാണിച്ചു തരാം. ഇതെപ്പോഴും ഓപ്പൺ ആവുക എന്നുള്ളത് അറിയില്ല. ഇതാണ് കൽവത്തിപ്പള്ളി. അതിൻ്റെ ബാക്ക് സൈഡാണ് നമ്മൾ കാണുന്നത്. ഫ്രണ്ട്സ്, പറഞ്ഞതിൽ ചെറിയൊരു തെറ്റുണ്ട്. ഇരവേലി ജുമാ മസ്ജിദാണ് ഇത്. അപ്പോൾ ഇരവേലി ജുമാ മസ്ജിദ് കൊള്ളാം കേട്ടോ. അത് പഴയൊരു രീതിയിലുള്ളൊരു പള്ളിയാണ്. എനിക്കിഷ്ടപ്പെട്ടു. നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഒരു ദിവസം ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വരണം. ഇത് ഒരു ഹവേലി പോലത്തെ ഒരു സെറ്റപ്പാണ്. ഇത് കണ്ടോ, കാര്യങ്ങൾ കൊള്ളാം. പഴയ പൈതൃക കെട്ടിടങ്ങളാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. അപ്പോൾ ഗൈസ്, എൻ്റെ ബാക്കിലൊരു ഹവേലി മോഡലൊരു ബിൽഡിംഗ്, പഴയ മോഡലാണ്. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ പേര് ഇരവേലിയാണ്. ചേട്ടാ, ഈ സ്ഥലത്തിൻ്റെ പേരെന്താ? ഇരവേലിയാണോ ഈ സ്ഥലത്തിൻ്റെ പേര്? തക്കേട് അല്ലേ? ചക്കരയിടുക്ക്. ഓക്കെ, ചക്കരയിടുക്ക് എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. നമ്മൾ പറഞ്ഞില്ലേ, പ്ലാൻഡായിട്ട് വന്നതല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോന്നും ഇങ്ങനെ കിട്ടുന്നുണ്ട്. ഈ പള്ളി നമുക്ക് തീരെ ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടില്ല. ഇതിനെക്കുറിച്ചിട്ട് എനിക്ക് വലിയ ധാരണ ഒന്നും ഇല്ലായിരുന്നു. ഈ പള്ളി നമ്മൾ പഴയ കേരള ട്രഡീഷണൽ വാസ്തുവിദ്യയിലുള്ള പഴയ നമ്മുടെ പള്ളികളൊക്കെ. അപ്പോൾ നമ്മളിങ്ങനെ നടന്നു വരുമ്പോൾ നമുക്ക് നാട്ടുകാരനായിട്ടുള്ളൊരു കനെ കണ്ടു. അപ്പോൾ പുള്ളിക്കാരൻ നമുക്കൊരു പഴയ പോസ്റ്റ് ഓഫീസ് കാണിച്ചു തന്നു. വേറെ ഒന്നുമില്ലാതെ ബാക്കി കാണുന്നില്ല. ഇതാണ് പഴയ പോസ്റ്റ് ഓഫീസ് എന്ന് പറയുന്നത്. പിന്നെ ഇക്ക പറയുന്നത് ഇവിടെ പണ്ട് രക്തസാക്ഷികൾ എന്തോ വെടിവെപ്പ് നടന്നിട്ടുണ്ട്. അതെന്താ സംഭവിക്കുക? തൊഴിലിന് വേണ്ടി സമരം ചെയ്തപ്പോൾ ഇറങ്ങിയിട്ട് വെടിവെച്ച് അതിൽ രക്തസാക്ഷികളായ ഓക്കെ. 3 പേര് അതിൽ മർദ്ദനേറ്റ് മരിച്ചു. അവരെവിടെ ഇതാക്കിയിട്ടുള്ളത്? അതിന്റെ സ്മാരകം എന്ന് വെച്ചാൽ കൊടിമരമാണിത്. അതിൽ പേരും കൊല്ലം ഇതൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ ഈ അടുത്ത് വണ്ടി വന്ന് ഇടിച്ചപ്പോൾ പെയിന്റ് അടിച്ചു. ഓക്കെ ഓക്കെ. അതായത് ഇക്ക പറയുന്നത് ഈ പിറകിൽ കാണുന്ന കൊടിമരം ഉണ്ടല്ലോ, ഇത് രക്തസാക്ഷി മൊണമെൻ്റാണ്. അവർക്ക് എന്താ പറയുക, പട്ടാളക്കാർ വെടിവെച്ചപ്പോൾ ഇങ്ങനെ 3 പേര് രക്തസാക്ഷികളായി. അപ്പോൾ അതിൻ്റെ സ്മാരകമാണ് അല്ലാതെ ഈ ബാക്കിൽ കാണുന്നത് പോസ്റ്റ് ഓഫീസ്. അപ്പോൾ പ്രാദേശിക പഠന ചരിത്രത്തിൻ്റെ ഭാഗമാണ് നമുക്കിതുപോലെയുള്ള ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. അത് നമുക്ക് നാട്ടുകാരിൽ നിന്നൊക്കെ തന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ അറിയാൻ പറ്റും. അതിൽ നമുക്ക് അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ചരിത്രകാരന്മാരോട് നമുക്ക് സംസാരിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഓതൻറ്റിസിറ്റി നമുക്ക് അറിയാൻ പറ്റും. അപ്പം ഞാൻ പറഞ്ഞു വന്നത് കേരള വാസ്തുവിദ്യയെക്കുറിച്ചും അതിൻ്റെ കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെയാണ്. ട്രഡീഷണൽ ആർക്കിടെക്ചർ
നമ്മുടെ പള്ളികൾ എന്നൊക്കെ പറയുന്നത് പഴയ പള്ളികൾ ഈ കേരള വാസ്തുവിദ്യയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു മൊഞ്ച് വേറെയാണ്. അന്നത്തെ തച്ചന്മാർക്കാണ് നമ്മൾ അതിന് ക്രെഡിറ്റ് കൊടുക്കേണ്ടത്. കാരണം അന്നത്തെ തച്ചന്മാരായിട്ടുള്ള ആളുകൾ നമ്മുടെ കേരള ട്രഡീഷണൽ വാസ്തുവിദ്യയിൽ നിർമ്മിച്ച പള്ളികൾ ഇപ്പോഴും ഒരു കേട് കൂടാതെ നല്ല എന്താ പറയുക ഉഷാറായിട്ട് നിൽക്കുന്ന നമുക്ക് കാണാൻ പറ്റും. പിന്നെ എന്താ വെച്ചാൽ ഈ കാലത്തും നമുക്ക് അതിനകത്ത് നിൽക്കുമ്പോൾ AC കണ്ട, അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. നല്ലൊരു ഭംഗിയാണ്. അതേപോലെ AC കാര്യങ്ങളൊന്നും നമുക്ക് ആവശ്യമില്ല. കാരണം മറ്റ് കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് നമുക്ക് അധികം ചൂടകത്തേക്ക് അടിക്കില്ല. ഇപ്പോൾ ഈ നമുക്ക് സിമൻറ്റ് കാര്യങ്ങൾ കോൺക്രീറ്റ് ബിൽഡിങ്ങാണ് ഉണ്ടാക്കുന്നത്. അവിടെ പോയാലും നല്ല ചൂട്. പിന്നെ അതിൻ്റെ മേലെ റൂഫിംഗ് ഷീറ്റ്, ഇതൊക്കെയാണ് നമ്മുടെ പരിപാടി എന്ന് പറയുന്നത്. പക്ഷേ പണ്ടത്തെ പള്ളികൾ എന്നൊക്കെ പറയാൻ അങ്ങനെയല്ല. ഇപ്പോൾ കൽവത്തിയിൽ നിന്ന് ഞാൻ തെറ്റിദ്ധരിച്ചത്, ആ പള്ളി കണ്ടപ്പോൾ ഞാൻ കൽവത്തി പള്ളിയാണെന്ന് ഞാൻ വിചാരിച്ചു. ശരിയാണ്, കൽവത്തി പള്ളി ഇവിടെയല്ല, മട്ടാഞ്ചേരി ഭാഗത്താണ് കൽവത്തി പള്ളി. അപ്പോൾ ഈ പള്ളി വേറെ പള്ളിയാണ്. എന്തായാലും നോക്കാം. ഇരുവേലി ടൗൺ ഹാൾ, ഇവിടെ എന്തൊരു മാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇരുവേലി കനാൽ, ഇരുവേലി ടൗൺ ഹാൾ. റൂമിലേക്ക് നടക്കുകയാണ്. ഇതേ വീണ്ടും നമ്മുടെ പറവ കനാൽ, അല്ല പറവ വാട്ടർ ടാങ്ക്. നമ്മൾ വീണ്ടും ഇതിനകത്തേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് വീടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങോട്ട് എന്തായാലും പോകണ്ട.